ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സമയം ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടുന്ന് ഹോസ്റ്റലിലേക്ക് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഹോസ്റ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് എന്തെങ്കിലും വയറ്റിലോട്ട് ചെല്ലണമല്ലോ, വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് അവർ നോക്കിയായിരുന്നു, പക്ഷേ അവർ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവരുടെ ഫേസ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ മാറ്റിയത് കേട്ടോ. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്റ്റലിലേക്ക് പോകുന്ന കഴിക്കുന്ന പിന്നെ ആപ്പിൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 3 ആപ്പിളും കൂടെ വാങ്ങിച്ചു കേട്ടോ. അതെല്ലാം വാങ്ങിച്ചപ്പോൾ എന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടെ കണക്ക് മീൻസ് റേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. പലതരം ആപ്പിളുണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു ആപ്പിളായിരുന്നു കേട്ടോ എടുത്തിരുന്നത്. 3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ സൗണ്ടും വരാം. കാരണം ഫാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈക്കിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. കാരണം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് ഹോസ്റ്റലിൻ്റെ അടുത്ത് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹോസ്റ്റൽ വരുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂമിലാണെങ്കിൽ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട്, ഫാൻ ഇല്ലാതെ റൂമിലിരിക്കാൻ പറ്റില്ല. കാരണം ചൂടെടുത്ത് ചാവും, മാതിരി ചൂടായിരിക്കും റൂമിലിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഫാനിൻ്റെ സൗണ്ടും കേൾക്കായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ സംസാരിക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലെത്തി. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൽ ഇപ്പം 4 പേര്, ഞങ്ങൾ 4 പേരാണ് കേട്ടോ ഉള്ളത്. ഞാനിത് 2 ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം വെച്ചാൽ ലീവ് അവധി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം അങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് അഴിച്ച് വെച്ചിട്ട് കുളിച്ച് ഫ്രഷായാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ എല്ലാം ചെയ്യുന്നത്. അത്രയ്ക്കും അടുത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓഫീസിൽ പോയിരുന്നാലും പ്രത്യേകിച്ച് പണിയെന്ന് ചോദിച്ചാൽ ഇപ്പം പണിയില്ല. അത് ഓപ്പണായി വരുന്നതേ ഉള്ളൂ, എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. ഒരു 3 മാസം പിടിക്കും. അപ്പോൾ ഈ മുടിയെല്ലാം കൂടെ മുറുകിയിരിക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ തലയിൽ എണ്ണ കുറവാണ് എൻ്റെ തലയിലാണെങ്കിൽ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് അഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ആകും. അതിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ, ഡ്രസ്സെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ച് ഞാൻ കുളിച്ച് വന്നതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ കുളിച്ചിറങ്ങി കഴിച്ച്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി. വേറൊന്നുമില്ല, കുളിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഊര് വീഴുമല്ലോ, അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അത്രയ്ക്ക് സമാധാനമായെന്ന് വെച്ചാൽ അത്രയ്ക്ക് സമാധാനമാണ്. പിന്നെ എനിക്ക് നല്ല ഇറിറ്റേഷൻ വരുന്നുണ്ട് കേട്ടോ, ഫാനിൻ്റെ സൗണ്ട് മൊത്തത്തിലുള്ള ഒരു ഇറിറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടി ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ കേൾക്കുമ്പോൾ തന്നെ, അതുകൊണ്ടൊന്ന് ക്ഷമിക്കുക. അങ്ങനെ കഴിച്ച് ഫൈനലി ഞാൻ അലക്കിയിട്ടും കൂടെ വരാം. കുറച്ച് ഡ്രസ്സ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അലക്കിയിട്ട് കാണാം ഗൈസ്. അലക്കിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അലക്കിയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ആയിട്ട് അവൾമാർ വന്നിട്ടുണ്ടായിരുന്നു, റൂമിലുള്ള പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾമാരുടെ വർത്തമാനം സംസാരം കേട്ടുകൊണ്ട് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അതിനുശേഷം ഇനിയിപ്പോൾ മടക്കി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഡ്രസ്സെല്ലാം മടക്കി ഞാൻ അലമാര വെച്ച് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. ഞാൻ മുകളിലത്തെ കട്ടിലയിലാണ് കേട്ടോ, താഴെ വേറെ ആൾ കിടപ്പുണ്ട്, മുകളിലാണ്. നല്ല കഷ്ടപ്പാടായിരുന്നു കയറാനും കഷ്ടപ്പാടുണ്ടായിരുന്നു, ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ വലിഞ്ഞ് കയറി എന്ന് വേണം പറയാൻ. കാരണം താഴത്തെ 3 കട്ടിലയിലും ആൾക്കാർ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 കട്ടിലയിലും കുറച്ച് സാധനമൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കുറച്ചും കൂടെ വൃത്തിക്ക് ഇരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കട്ടിലേക്ക് കയറിയത് കേട്ടോ. അപ്പം നല്ല കഷ്ടപ്പാട്. ഇനിയിപ്പോൾ ഇവിടെ ഈ കട്ടിലിരുന്നിട്ട് വേണം ഞാൻ ഫുഡ് കഴിക്കാൻ. പിന്നെ കൈ കഴുകണമെങ്കിൽ വീണ്ടും ഞാൻ താഴോട്ട് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡും ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പം ബിസ്ക്കറ്റ് 50-50 ആകുമ്പോൾ അത് ഒരുപാടുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നമുക്ക് ബ്രെഡൊക്കെ ആകുമ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് രാവിലെയും വൈകിട്ടാണെങ്കിലും കഴിക്കാൻ ഉണ്ടാവില്ല. പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം.
അങ്ങനെയൊക്കെ കുറച്ച് കഷ്ടപ്പെടും. പിന്നെ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം കിട്ടത്തില്ല, വേറെ പിള്ളേർ ഉണ്ടാക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കാതിരുന്നത്. ബ്രെഡ് മേടിക്കും, പിന്നെ എന്തെങ്കിലും ജാമോ ന്യൂട്ടലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതും ഉണ്ടാവുമല്ലോ കഴിക്കും അതിൻ്റെ കൂടെ. അതുകൊണ്ട് പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഈ വീട്ടിൽ പോയിട്ട് വേണം വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. മാസം അവസാനമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. മുകളിലിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കബോർഡിൽ ഏറ്റവും മുകളിൽ തന്നെയാണ് ഞാൻ ബാഗൊക്കെ എൻ്റെ ബാഗ് ഓഫീസിൽ കൊണ്ടുവന്ന് ചെറിയ ബാഗൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഇച്ചിരി കഷ്ടപ്പെടാം. കാരണം വെച്ചാൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും നടപ്പിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ആളുടെ സഹായം വേണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ വീണ്ടും ഇറങ്ങിയെടുക്കണം. അങ്ങനെയൊക്കെ സൂക്ഷിച്ചും കണ്ടുപോയിട്ട് ഞാൻ വെക്കുന്നതും എടുക്കുന്നതും. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ലാഗായിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. പറഞ്ഞാൽ ഫോൺ വരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വെക്കുന്നത്, വേറൊന്നുമല്ല. അവിടെ വെക്കാൻ സ്ഥലമില്ല. ഞാൻ പിന്നെ പില്ലോയിൽ ചാരുമൊക്കെ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിരുന്നത്. വലിയ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, സ്റ്റാൻഡ് ഞാൻ എടുത്തോണ്ട് വന്നില്ല, വീട്ടിലിരിപ്പുണ്ട്. അതിൻ്റെ ഒരു കാലിന് ഇച്ചിരി കംപ്ലൈൻറ്റാണ്. അത് എപ്പോഴാണ് ബാക്കിയും കൂടെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് എടുത്തോണ്ട് വരാതിരുന്ന കേട്ടോ. അങ്ങനെ ഞാനിപ്പം ഫുഡ് കഴിക്കുക. വൈകിട്ടത്തേക്കുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ഞാൻ ഇപ്പോൾ വൈകിട്ട് കഴിക്കാറുള്ളൂ എന്ന് വെച്ചാൽ കഴിക്കുന്നത്. ഫുഡിൻ്റെ ഇഷ്യൂ, ഫുഡിനാണെങ്കിൽ പൈസ കൊടുക്കണം. അതുകൊണ്ടൊക്കെ ഇപ്പം ഞാൻ കയറിയിട്ട് തന്നെ ഒരാഴ്ച ആയതുകൊണ്ട് സാലറി ഒന്നും വന്നിട്ടില്ല. വരണമെങ്കിൽ 1 മാസം പിടിക്കും. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ 50-50 നേരത്തെ ഞാൻ അങ്ങനെ കഴിക്കാറില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കുറേ കഴിഞ്ഞിപ്പോൾ കഴിക്കുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്ന് വീഴാൻ പോയി, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കഴിച്ച് ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് സങ്കടമാണോ നടത്തിയത്. ബാക്കിലൂടെയുള്ള സൗണ്ടും പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഇതെല്ലാം ഫാൻ ഓഫാക്കാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല സൗണ്ടായിരിക്കും വണ്ടിയുടെ. ബൈക്കൊക്കെ ബുള്ളറ്റൊക്കെ പോകുന്ന കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നം, അത്രയ്ക്ക് സൗണ്ടാണ്. അപ്പോൾ ആ ബിസ്ക്കറ്റെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടുത്ത് ട്രിപ്പ് എടുത്തു. ബ്രെഡ് ന്യൂട്ടല്ലയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. നമ്മുടെ വിശപ്പ് തീർന്നാൽ മതിയല്ലോ, രാത്രി വിശക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള കഴിപ്പാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രെഡ് 4 രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും 4 കഴിക്കും. അത് തന്നെ ധാരാളം. ബിസ്ക്കറ്റ് ആണെങ്കിലും അത്യാവശ്യത്തിന് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നല്ല വിശപ്പുണ്ട്, ഞാനൊന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിൽ ഉറക്കം കയറി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്, ബൈ.